ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് എക്സാം ഇങ്ങ് അടുത്തു അല്ലേ? ഡിസംബറിൽ ഡേറ്റ് വന്നിട്ടുണ്ട്. സോ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കേട്ടറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം തന്നെ ഭിന്നസംഖ്യയിൽ നിന്നുള്ള ചോദ്യമാണ്. ഭിന്നസംഖ്യ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കേട്ടറ്റ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 3/4 വലുതും 5/6 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. 2/3, 4/5, 6/7, 9/10. 3/4 വലുതുമായിരിക്കണം, എന്നാൽ 5/6 ചെറുതുമായിരിക്കണം. ഈ ഓപ്ഷൻസിലുള്ളതിലേതാണെന്നാണ് നമുക്ക് വേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആദ്യം തന്നെ നോക്കുക, 3/4 അംശം ഏതാണ്? 3 ആണല്ലേ. 5/6 അംശമോ? അത് 5 ആണ്. ഈ അംശങ്ങൾ തമ്മിൽ ആദ്യം കൂട്ടുക. അതുപോലെ തന്നെ ഛേദങ്ങൾ തമ്മിലും കൂട്ടുക. 3/4 ഛേദം എത്രയാണ്? 4. 5/6 ഛേദം എത്രയാണ്? 6. ഇവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. 3ഉം 5ഉം കൂടി കൂട്ടുക, ഡിവൈഡ് ബൈ ചെയ്യുക. അതുപോലെ തന്നെ 4ഉം 6ഉം കൂടി കൂട്ടുക. അതായത് 3ഉം 5ഉം കൂട്ടുമ്പം 3 + 5, 3 + 5 ബൈ 4ഉം 6ഉം, 4 + 6. 3 + 5 എത്രയാണ്? 8 ആണ്. 4 + 6 എത്രയാണ്? 10 ആണ്. അതായത് അംശങ്ങൾ തമ്മിൽ കൂട്ടുക. ഭിന്നസംഖ്യകൾ തമ്മിൽ ഇടയിലുള്ള സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം വരും? 8/10 വരും. ഇതിന് നമുക്ക് കോമൺ ഫാക്ടർ ഉണ്ടല്ലേ, 2 കോമൺ ആണ്. അപ്പോൾ 2 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തും. ഭിന്നസംഖ്യേനെ എപ്പോഴും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുക? 8/2 എത്രയാണ്? 4 ആയിരിക്കും അല്ലേ. 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. അതുപോലെ 10നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. സോ 4/5 ആണ്. നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം. 5² × 2³ × 3² എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. 5² × 2³ × 3² എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം. ഓപ്ഷൻസ് 7, 12, 36, 30. 5² × 2³ × 3² എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര? അതാണ് നമ്മുടെ ചോദ്യം. 5² × 2³ × 3². ഇതൊരു വലിയ സംഖ്യയാണ്. പക്ഷെ നമുക്ക് സംഖ്യ ഡയറക്റ്റായിട്ടല്ല തന്നിരിക്കുന്നത്. അവയുടെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ടാണ് തന്നിരിക്കുന്നത്. ഏതൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ സംഖ്യയെ അഭാജ്യ സംഖ്യകൾ, അതായത് പ്രൈം നമ്പേഴ്സിൻ്റെ ഗുണനഫലമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഗുണനഫലവും അതുപോലെ തന്നെ കൃതിയും കാണും, അതിനൊരു പവറും കാണും. 5ൻ്റെ പവർ 2, 2ൻ്റെ പവർ 3, 3ൻ്റെ പവർ 2, അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണമാണ് വേണ്ടത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇക്വേഷൻ നോക്കാം. ഒരു സംഖ്യ, ആ സംഖ്യ എന്ന് പറയുന്നത് എന്നാന്ന് വിചാരിക്കുക. എന്നിന് നമുക്ക് a⁻x × b⁻y × c⁻z ഇൻറ്റു എക്സെട്ര, നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. ഏതോ ഒരു നമ്പറാണ് n എന്ന് പറയുന്നത്. ഈ എയും ബിയും സിയും എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് നമ്മളൊരു സംഖ്യേനെ എഴുതുകയാണ് എങ്കിൽ അതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ABC അഭാജ്യ സംഖ്യകളായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അഭാജ്യ സംഖ്യ ആക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് എയുടെ പവർ എക്സ്, ബിയുടെ പവർ വൈ, സിയുടെ പവർ ഇസഡ് ആണ്. അപ്പം x+1 × y+1 × z+1. ഇനി അടുത്ത വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ അടുത്ത +1 ചെയ്താൽ മതി. അതായത് ആ പവറുകൾ തമ്മിൽ, അഭാജ്യ സംഖ്യകളുടെ ആ പവറുകൾ തമ്മിൽ, കൃതികൾ തമ്മിൽ ഒന്ന് കൂട്ടുക. അത് കഴിഞ്ഞിട്ട് അവയെല്ലാം കൂടി ഗുണിച്ചാൽ മതി. അതായത് x+1 × y+1 × z+1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്? 5ൻ്റെ സ്ക്വയർ, 2ൻ്റെ ക്യൂബ്, 3ൻ്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിന് പകരം ഇവിടെ 2, വൈക്ക് പകരം ഇവിടെ 3, ഇസഡിന് പകരവും നമുക്കിവിടെ 2 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? എക്സിന് പകരം 2 ആണ്. അപ്പോൾ x+1 എന്ന് പറയുമ്പം 2 + 1. വൈക്ക് പകരം 3 ആണ്. y+1 എന്ന് പറയുമ്പോൾ 3 + 1,
ഇസഡിന് പകരം 2 ആണ്. സോ 2 + 1. 2 + 1 3 + 1 2 + 1. 2 + 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആണത് മറക്കരുത്. ഇൻറ്റു 3 + 1 4 2 + 1 വീണ്ടും 3. അതായത് 3 ഇൻറ്റു 4 ഇൻറ്റു 3. 3 ഇൻറ്റു 4 12 12 ഇൻറ്റു 3 36. അതായത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 36. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. തന്നിരിക്കുന്ന സംഖ്യ അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ n = a⁴x b⁴y × c⁴z എന്നുള്ള ഫോമിലാണെങ്കിൽ അതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം x+1 × y+1 × z+1. അതായത് കൃതിയോടുകൂടി ഒന്ന് കൂട്ടി ഗുണിച്ചാൽ മതി. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സമചതുരക്കട്ടയുടെ വക്കുകളുടെ എണ്ണം എത്ര? സമചതുരക്കട്ടയുടെ വക്കുകളുടെ എണ്ണം എത്ര? ഈ പോർഷനിൽ നിന്നുള്ള ചോദ്യവും നമുക്ക് ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം സമചതുരക്കട്ട എന്താണെന്ന് നോക്കാം. സമചതുരക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചതുര സ്തംഭമാണ്. അതായത് നമ്മുടെ ക്യൂബാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു സ്തംഭത്തിന് അതിൻ്റെ പേര് ലഭിക്കുന്നത് അതിൻ്റെ പാദമുഖത്തിനെ ബേസ് ചെയ്തിട്ടാണ്. പാദമുഖം ഏത് ഷേപ്പാണോ അതായിരിക്കും അതിൻ്റെ പേരിൽ വരിക. അതായത് വൃത്തമാണ് പാദമുഖമെങ്കിൽ അതിൻ്റെ സ്തംഭത്തിൻ്റെ പേരെന്താണ്? വൃത്തസ്തംഭം. ചതുരമാണെങ്കിൽ ചതുരക്കട്ട എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചതുരസ്തംഭം. സമചതുരമാണെങ്കിൽ സമചതുരക്കട്ട, അല്ലെങ്കിൽ സമചതുര സ്തംഭം, അല്ലെങ്കിൽ ക്യൂബ്. നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിൽ ഏതാണ്? സമചതുരക്കട്ടയുടെ വക്കുകളുടെ എണ്ണം എത്ര? സമചതുരക്കട്ടയാണ്, അതായത് നമ്മുടെ ക്യൂബിൻ്റെ വക്കുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നാം 3 കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് വക്കുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നാം ഈ ഒരു ചോദ്യത്തിൽ നിന്ന് 3 കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പഠിക്കാം. അതായത് മൂലകളുടെ എണ്ണം, അതുപോലെ വക്കുകളുടെ എണ്ണം, മുഖങ്ങളുടെ എണ്ണം. ഈ 3 കാര്യങ്ങളാണ് നാം കണ്ടുപിടിക്കാൻ പോകുന്നത്. മൂലകളുടെ എണ്ണം, വക്കുകളുടെ എണ്ണം, മുഖങ്ങളുടെ എണ്ണം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഒരു n കണ്ടിട്ടുണ്ട്. 2n 3n n+1. ഈ n എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ സമചതുരക്കട്ടയാണ് തന്നിരിക്കുന്നത്. അതായത് സമചതുരക്കട്ടയുടെ അതായത് ഒരു സ്തംഭത്തിന് പേര് നൽകുന്നത് അതിൻ്റെ പാദമുഖം ഏതാണോ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ പാദമുഖത്തിന് എത്ര വശങ്ങളുണ്ടോ ആ വശമായിരിക്കും n എന്ന് പറയുന്നത്. സോ സമചതുരക്കട്ട എന്ന് പറയുന്നത് സമചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളാണുള്ളത് അല്ലേ. സോ സമചതുരക്കട്ടയ്ക്ക് 4 വശങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ n-ന് പകരം എന്ത് വരും? 4 നമുക്ക് കൊടുക്കാം. അതായത് മൂലകളുടെ എണ്ണം എന്ന് പറയുന്നത് ആ പാദമുഖത്തിൻ്റെ n വശങ്ങളുടെ എണ്ണമെങ്കിൽ മൂലകൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2n വരും. വക്കുകൾ എന്ന് പറയുന്നത് 3n വരും. മുഖങ്ങൾ എന്ന് പറയുന്നത് n+1. അതൊന്ന് 4n ആയിരുന്നു, നമുക്ക് ഓർക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ അത് n+1 ആണ്, മാറിപ്പോവരുത്. മൂലകൾ 2n, വക്കുകൾ 3n, മുഖങ്ങൾ n+1. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വക്കുകൾ എത്രയായിരിക്കും? വക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം എന്താണ്? 3n ആണ്. 3 × n. ഇവിടെ സമചതുരക്കട്ടയാണല്ലേ. സമചതുരക്കട്ട എന്ന് പറയുമ്പോൾ പാദമുഖം സമചതുരമാണ്. സമചതുരത്തിൻ്റെ വശങ്ങൾ എത്രയാണ്? 4 ആണ്. n എന്ന് പറയുന്നത് ഇവിടെ 4 വരും. അപ്പോൾ 3n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? 3 × n സ്ഥാനത്ത് സമചതുരക്കട്ടയായതിനാൽ 4 എഴുതാം. അതായത് 3 × 4 3 × 4 = 12 വരും നമ്മുടെ വക്കുകളുടെ എണ്ണം, സമചതുരക്കട്ടയുടെ വക്കുകളുടെ എണ്ണം. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 3 × n 12, ഓപ്ഷൻ എ 12 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അതായത് സമചതുരക്കട്ടയുടെ വക്കുകളുടെ എണ്ണം, സമചതുരക്കട്ടയല്ല ഏതൊരു സ്തംഭത്തിൻ്റെ ആണെങ്കിലും വക്കുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 3n എന്നതാണ് നമ്മുടെ സമവാക്യം. മൂലകളാണ് ചോദിച്ചതെങ്കിൽ 2n, വക്കുകളാണെങ്കിൽ 3n, മുഖങ്ങളാണെങ്കിൽ n+1. ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. ഈ 3 ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത് നമുക്ക് സമചതുരക്കട്ട ആയതുകൊണ്ടാണ് നമ്മളിവിടെ 4 എഴുതിയത്. സമചതുരക്കട്ടയ്ക്ക് പകരം വേറെ ഏതെങ്കിലും പഞ്ചഭുജക്കട്ടയാണെങ്കിൽ നമുക്കിവിടെ എന്ത് വന്നേനെ? 5 വന്നേനെ. പഞ്ചഭുജം എന്ന് പറയുമ്പം 5 മുഖമാണുള്ളത്. അതുകൊണ്ട് ഈ 4-ന് പകരം നമുക്ക് 5 എഴുതാം. പാദമുഖം മനസ്സിലായാൽ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എളുപ്പമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ലാഭവും നഷ്ടവും എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഒരാൾ 20,000 രൂപ വിലയുള്ള ഒരു കട്ടിൽ വാങ്ങി 10% ലാഭത്തിൽ മറ്റൊരാൾക്ക് വിറ്റാൽ വിറ്റ വില എത്ര? 20,000 രൂപ വിലയുള്ളൊരു കട്ടിൽ വാങ്ങി 10% ലാഭത്തിൽ വിറ്റാൽ
വിറ്റ വില എത്ര? 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. 22,000, 21,000, 24,000, 23,000. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യം 20,000 രൂപ വിലയുള്ള കട്ടിൽ മറ്റൊരാൾക്ക് വിറ്റു, ലാഭത്തിലാണ് വിറ്റത്, 10% ലാഭത്തിൽ വിറ്റു. ലാഭത്തിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വിറ്റ വിലയാണ് വേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ. ഈ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ 20,000 താഴെയാണ് തന്നിരുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അതായത് ലാഭമാണല്ലേ, ലാഭം ഒരിക്കലും 20,000 താഴെ വരില്ല, 20,000 മുകളിലേ വരുള്ളൂ. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്താണ്, എല്ലാം 20,000 മുകളിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എലിമിനേഷൻ പറ്റില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ 10% ലാഭത്തിലാണ് വിറ്റത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വരും? 20,000 രൂപയാണ് ഒരു സാധനത്തിൻ്റെ വില അല്ലേ. നമ്മളെപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും വാങ്ങുവാണെങ്കിലും ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ വരുമ്പം ഇതിൻ്റെ മുഴുവൻ തുക എന്ന് പറയുന്നത് 100% എടുക്കണം. അതായത് ആ 100% എന്ന് പറയുന്നതാണ് ഈ 20,000 എന്ന് പറയുന്നത്. 100% 20,000. ഇനി ഇവിടെ ചോദ്യത്തിൽ 10% ലാഭത്തിലാണ് വിറ്റത്. അത് 100 എന്ന് പറയുന്നതിൻ്റെ ലാഭമാകുമ്പോൾ കൂട്ടുകയാണ് ചെയ്യേണ്ട ശതമാനം. അത് 110%, 20,000-ൻ്റെ 110% എത്രയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അതിനെയാണ് ഇങ്ങനെ വളച്ച് കെട്ടി ചോദിച്ചിരിക്കുന്നത്. 20,000-ൻ്റെ 110 എന്ന് ഡയറക്റ്റ്ലി ചോദിക്കേണ്ടതിന് പകരമാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 110% എത്രയാണ് എന്നതാണ് നാം കണ്ടെത്തേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ ഈ 10% ലാഭത്തിന് പകരം 10% നഷ്ടത്തിലായിരുന്നു ചോദിച്ചത് എന്ന് വിചാരിക്കുക. അപ്പോൾ ലാഭത്തിലായതുകൊണ്ടാണ് മുഴുവൻ എന്ന് പറയുന്നത് 100%. ഇനി നഷ്ടം എന്ന് പറയുമ്പോൾ അതെന്ത് വരും? ലാഭത്തിൽ 10% ലാഭത്തിലായതുകൊണ്ട് 110 ഇനി 10% നഷ്ടത്തിലായിരുന്നെങ്കിൽ ഈ 110-ന് പകരം എന്ത് വന്നേനെ? നഷ്ടമാണ്. അപ്പോൾ കുറയണം. അപ്പോൾ 100-ൽ നിന്ന് എന്ത് ചെയ്യും? 10 കുറയ്ക്കും. അപ്പോൾ എത്ര വരും? 90 വരും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 10% ലാഭമാണ്. അപ്പോൾ 110 വരും. ഇനി ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ സ്ക്രീനിൽ ആകെ 3 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. 100, 20,000, 110 അല്ലേ. അതായത് ഈ 100-നെ എന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 100 അല്ലേ. ആ 100ഉം ക്വസ്റ്റ്യൻ മാർക്ക് ഒരുമിച്ച് എഴുതുക, 110ഉം 20,000 ഒരുമിച്ച് എഴുതുക. അത്രമാത്രം ചെയ്താൽ മതി. അതായത് 110 × 20,000 ഡിവൈഡഡ് ബൈ ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ കൂടെയുള്ളത് ആരാണ് ഓപ്പോസിറ്റ് കിടക്കുന്നത്? 100 അല്ലേ. ആ 100 താഴെ എഴുതുക. ഒരു ഇൻറ്റു ഇട്ട് വെച്ചാൽ മതി. 100-നും 20,000-നും 110-നും ആ ക്വസ്റ്റ്യൻ മാർക്കിനും ഇടയിൽ ഒരു ഇൻറ്റു ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അതായത് 110 × 20,000 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എത്ര കിട്ടും? 22,000. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക, 22,000. ഇതുപോലുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ എ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം കലണ്ടറിൽ നിന്നിട്ടുള്ള ചോദ്യമാണ്. കലണ്ടറിലെ ചോദ്യങ്ങളും ഇപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ന് തിങ്കളാണെങ്കിൽ 60 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത്? വെള്ളി, ശനി, വ്യാഴം, തിങ്കൾ. 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. നമുക്ക് ദിവസം വേണ്ട സമയത്ത് എന്ത് ചെയ്താൽ മതി? 7 വെച്ച് ഡിവൈഡ് ചെയ്യുമെന്ന് ഓർത്താൽ മാത്രം മതി. 60 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? 60-നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിവിഷൻ നമുക്ക് സിമ്പിൾ ഡിവിഷനാണ്. ആ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 60 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസമല്ലേ വേണ്ടത്? അതുകൊണ്ട് 60-നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. 60-ൽ 7 എത്ര പ്രാവശ്യമുണ്ട്? 7 × 8 56 സോ 8 പ്രാവശ്യം വരും 7 60-ൽ. സോ 8 × 7 56. 60 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് കഴിയുമ്പോൾ 8 × 7 56 വരും. 56, 60-ൽ നിന്ന് 56 പോകുമ്പോൾ ശിഷ്ടമായിട്ട് 4 വരും. അതായത് 60-നെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശിഷ്ടം 4 കിട്ടും. അതായത് ഇനിയിപ്പോൾ 60-നെ 7 വെച്ച് നിശേഷം ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ശിഷ്ടം 0 വന്നേനെ. അപ്പോൾ ശിഷ്ടം 0 വരുമായിരുന്നെങ്കിൽ തിങ്കൾ തന്നെയാണ്
തിങ്കൾ എന്ന് പറഞ്ഞ ദിവസം തന്നെയായിരിക്കും 60 ദിവസങ്ങൾക്ക് ശേഷവും വരുന്നത്. പക്ഷേ ഇവിടെ ശിഷ്ടം 4 അല്ലേ വന്നത്. അപ്പോൾ എന്ത് വരും? 60 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം എന്ന് പറയുന്നത് തിങ്കൾ കഴിഞ്ഞ് 4ാമത്തെ ദിവസം. തിങ്കൾ കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഏതാണോ അതായിരിക്കും 60 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം വരുന്നത്. 60നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. ശിഷ്ടം എത്രയാണോ അതായിരിക്കും, അത്രയും ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും നമുക്ക് ഉത്തരമായി വരുന്നത്. അപ്പോൾ തിങ്കൾ കഴിഞ്ഞ് 4ാമത്തെ ദിവസം ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. 1, 2, 3, 4ാമത്തെ ദിവസം ഏതാണ്? വെള്ളി വരും. ഓപ്ഷൻ എ ആയിട്ടുള്ള വെള്ളി ആയിരിക്കും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം. 89,685-ൽ 9ൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര? സ്ഥാനവിലയും മുഖവിലയും കണ്ടുപിടിക്കാനുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. അതിനാൽ 89,685-ൽ 9ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ പ്ലേസ് വാല്യൂ, മുഖവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ, തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം. ചിലപ്പം സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള തുകയായിരിക്കാം ചോദിക്കുന്നത്. അത് ഓരോ ചോദ്യത്തിനനുസരിച്ചിരിക്കും. 89,685-ൽ 9ൻ്റെ സ്ഥാനവില. അപ്പോൾ സ്ഥാനവില മുഖവില എന്താണെന്ന് ആദ്യം അറിയണം. സ്ഥാനവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിൻ്റെ സ്ഥാനത്താണോ കിടക്കുന്നത് അതിൻ്റെ വിലയാണ് വേണ്ടത്. അതായത് 9 എന്ന് പറയുന്നത് ഇപ്പം 5 എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്ത്, 8 എന്ന് പറയുന്നത് 10ൻ്റെ സ്ഥാനത്ത്, 6 100ൻ്റെ സ്ഥാനത്ത്, 9 എന്ന് പറയുന്നത് 1000ൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. അപ്പോൾ 9 1000ൻ്റെ സ്ഥാനത്താണ് 9 കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 9ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് ആ 9ൻ്റെ കൂടെ ആ 1000 ഗുണിക്കുക. അപ്പോൾ അതിലും എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. 9 കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കുക. 6, 8, 5 3 സംഖ്യകളല്ലേ ഉള്ളത്. അപ്പോൾ ആ 9 കഴിഞ്ഞിട്ട് ആ സംഖ്യകൾ എഴുതുന്നതിന് പകരം എന്ത് എഴുതിയാൽ മതി? 3 0 ഇട്ടാൽ മതി. ഇതിപ്പോൾ 9 കഴിഞ്ഞിട്ട് 2 സംഖ്യകളും ഉള്ളൂ എങ്കിൽ എത്ര 0 ഇടണം? 2 0 ഇടുക. ഇതിപ്പോൾ 3 സംഖ്യകളുള്ളത് കൊണ്ട് 9 കഴിഞ്ഞ് 3 0 ഇടുക. അതായത് 9000 ആയിരിക്കും 9ൻ്റെ സ്ഥാനവില. മുഖവിലയോ അതേ സംഖ്യ തന്നെയായിരിക്കും മുഖവില. അതായത് 9ൻ്റെ മുഖവില 9 തന്നെയായിരിക്കും. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് വേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് സ്ഥാനവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യ എഴുതുക. ആ സംഖ്യ കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടോ അതിന് പകരം 0 എഴുതുക. മുഖവില എന്ന് പറഞ്ഞാൽ അതേ സംഖ്യ തന്നെയാണ്. നമ്മുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെയല്ലേ കാണുന്നത്. അതുകൊണ്ട് 9ൻ്റെ മുഖവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 തന്നെയാണ്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് വേണ്ടത്. 9ൻ്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം 9000 മൈനസ് 9, 8991 ആയിരിക്കും നമ്മുടെ ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്, 8991. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹരണക്ഷമത എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. 987 ഗുണം 984-നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്രയാണ്? 987 ഗുണം 984-നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്രയാണ്? അതിൻ്റെ ഉത്തരമായി വരുന്നത് 9,71,208 ആണ്. അതായത് 987 ഗുണം 984 ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇത്രയും വലിയ ഉത്തരം. 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്താൽ മതി? അവസാനത്തെ 2 അക്കങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഹരണക്ഷമതയിൽ പറയുന്നുണ്ട്. ഹരണക്ഷമത എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ 2 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഗുണനം പറയുന്നുണ്ട്. അപ്പം ഇത് ഉത്തരം കിട്ടിയിട്ട് അവസാനത്തെ 2 അക്കങ്ങൾ നോക്കുക. ആ അവസാനത്തെ 2 അക്കങ്ങൾ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 4 കൊണ്ട് നിശേഷം ഹരിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യയെയും 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അതായത് 08 ഇവിടെ വരുന്നിരിക്കുന്നത്. 8 എന്ന് പറയുന്നത് 4ൻ്റെ ഗുണിതമാണ് അല്ലേ. 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്രയാണ് വരുള്ളൂ? 0 ആയിരിക്കും വരുള്ളൂ. 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് 0 ആയിരിക്കും നമ്മുടെ ഇവിടെ ഉത്തരം വരിക. അത് ഇനിയിപ്പോൾ ഇതിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. 987 ഗുണം 984 മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ലല്ലേ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവ ഗുണിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ 2 അക്കങ്ങൾ നമ്മൾ മാത്രം ഗുണിച്ചെടുത്താൽ മതി. അവസാനത്തെ 2 അക്കം എന്ന് പറയുമ്പം ആദ്യത്തത് 7 × 4. 7 × 4 എത്രയാണ്? 28 ആണ്. അപ്പോൾ 8 എഴുതി, ശിഷ്ടം 2. അടുത്തത് 8 × 4. 8 × 4 32 ആണ്. 32 ശിഷ്ടം 2 കൂടി കൂട്ടുമ്പോൾ 34 വരും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരും?
48 വരും. 34 വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ 48 വരും. ഇനി അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 4-ന് താഴെയുള്ള സംഖ്യ കിട്ടണം. 4-ന് താഴെയുള്ള സംഖ്യ കിട്ടണമെങ്കിൽ ഏത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? 8ഉം 7ഉം തമ്മിൽ ഗുണിക്കണം. 8 × 7 എത്രയാണ്? 56. അതിൻ്റെ ശിഷ്ടമൊന്നും നമുക്ക് നോക്കണ്ട, 6 തന്നെ എഴുതിയാൽ മതി. ഇനി ഇവ കൂട്ടിക്കഴിയുമ്പോൾ എത്രയേ വരുള്ളൂ? 0, 8 എന്നുള്ള അവസാനത്തെ രണ്ടാക്കം മാത്രം ഗുണിച്ചെടുത്താൽ മതി. അവസാനത്തെ രണ്ടാക്കം ഗുണിച്ചെടുക്കുക. അത് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ശിഷ്ടം വരുന്നത് എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 987-നെ 984 കൊണ്ട് മുഴുവൻ ഗുണിച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ സംഖ്യയും അതുപോലെ തന്നെ 8 × 4 അവിടെ ആ രണ്ടാമത്തെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയും അതുപോലെ തന്നെ 7 × 8 എന്ന് പറയുന്നത് സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയും തമ്മിൽ ഗുണിച്ചാൽ മാത്രം മതി. അത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. 8 താഴേക്ക് ഇറക്കി എഴുതി 6ഉം 4ഉം കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കോളും? 0-8 എന്ന് പറയുന്ന ഉത്തരം തന്നെയായിരിക്കും നമുക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മുഴുവനും ഗുണിക്കേണ്ട കാര്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിനെ 4 വെച്ച് ഹരിക്കുക. ഹരിച്ചു കഴിയുമ്പോൾ ശിഷ്ടം എത്രയാണോ വരുന്നത് അതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? 8 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ, ഗുണിതമാണ്. അതുകൊണ്ട് നമുക്ക് ശിഷ്ടം എത്ര വരും? 0 ആയിരിക്കും വരുന്നത്. 2 × 4 8ആണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് ഹരിക്കാൻ നമുക്ക് എളുപ്പമാണ്. സോ 987-നെ 984 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോഴുള്ള ശിഷ്ടം എത്രയായിരിക്കും വരുന്നത്? 2 ആയിരിക്കും വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 35 സെൻറ്റിമീറ്റർ ആയാൽ ഇതിൻ്റെ വശങ്ങളുടെ അളവുകൾ എന്തായിരിക്കും? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ABCD. ഈ 4 ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കും. ചെറിയൊരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ ഇതിലെ ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിന് 3 അളവുകൾ തന്നിട്ടുണ്ട്. 3 വശങ്ങളാണല്ലോ ഉള്ളത്. അതിൽ ചെറിയ 2 വശങ്ങൾ കൂട്ടിക്കഴിയുമ്പോൾ വലിയ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം ആ തുക. അതായത് ചെറിയ 2 വശങ്ങളുടെ തുക വലിയ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ. ഇതിലെ ചെറിയ 2 വശങ്ങൾ ഏതെല്ലാമാണ്? 5ഉം 10ഉമാണ്. വലിയ വശം 20ആണ്. ഇനി 5ഉം 10ഉം കൂടി കൂട്ടി നോക്കുക. 5ഉം 10ഉം എത്രയാണ്? 15 ആണല്ലേ. 15 20-നേക്കാൾ വലുതാണോ ചെറുതാണോ? നിസ്സംശയം നമുക്ക് പറയാം 20-നേക്കാൾ ചെറുത് തന്നെയാണല്ലേ. 5ഉം 10ഉം കൂട്ടിക്കഴിഞ്ഞാൽ 20-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് അനുമാനിക്കാം ഇതിൽ നിന്ന്? ഈ 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധിക്കില്ല. അടുത്ത അളവുകൾ 19, 10, 6. ഇതിൽ ചെറിയ അളവുകളാണ് 10 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 16ആണ്. അത് 19-നേക്കാൾ ചെറുതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? 19, 10, 6 എന്നുള്ളത് ത്രികോണത്തിൻ്റെ വശങ്ങൾ ആവില്ല. അടുത്ത ഓപ്ഷൻ 18, 9, 8. 9ഉം 8ഉമാണ് ചെറിയ വശങ്ങൾ. 9ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ 17ആണ്. അതും 18-നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് 18, 9, 8 എന്ന് പറയുന്ന അളവുകളും ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആവുകയില്ല. ലാസ്റ്റത്തെ ഓപ്ഷൻ 9 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 11 സെൻറ്റിമീറ്റർ. ഇതിലെ ചെറിയ 2 വശങ്ങൾ 9ഉം 11ഉം. 9ഉം 11ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 20 ആണല്ലേ. 20 എന്ന് പറയുന്നത് 15-നേക്കാൾ വലുതാണ്. അതായത് ചെറിയ 2 വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തു വരും? ഓപ്ഷൻ ഡി ആയ 9 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 11 സെൻറ്റിമീറ്റർ എന്നതായിരിക്കും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം റോമൻ സംഖ്യയിൽ നിന്നാണ്, റോമൻ ന്യൂമറൽസിൽ നിന്നാണ്. MM XX22 എന്ന റോമൻ സംഖ്യ ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു? നമ്മുടെ ആക്ച്വലി നമ്പർ ഏത് നമ്പറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റോമൻ ന്യൂമറൽസ് ഏതെല്ലാമാണെന്നാണ്. 1 മുതൽ പ്ലസ് ഒരു 20 വരെ എങ്ങനെയാണെങ്കിലും നമുക്ക് അറിയായിരിക്കും എഴുതാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് M ഉണ്ട്, L, D അങ്ങനെ കുറേ സിമ്പിൾസ് ഉണ്ട്. ഓരോ സിമ്പിൾസും ഓരോ സംഖ്യയെയാണ് സൂചിപ്പിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഏരിയ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്ക് സമയം ആവശ്യമുള്ളൂ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാർക്ക് പോവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. സോ MM XX22 എന്ന റോമൻ സംഖ്യ ഇതാണ് നമുക്ക് ഉള്ള സംഖ്യ എന്ന് പറയുന്നത്. അതിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ യൂഷ്വലി അറിയായിരിക്കും 10 ആണെന്ന്. ആ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലെങ്കിൽ 2 ആണെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് സിമ്പിൾസ് പഠിക്കേണ്ടതുണ്ട്. ആ സിമ്പിൾസ് ഏതെല്ലാമാണെന്ന് നമുക്ക് ഇനി നോക്കാം. ഏതെല്ലാമാണ് സിമ്പിൾസ് എന്ന് നോക്കാം. 1 മുതൽ +2 വരെ എല്ലാവർക്കും അറിയാം, ഒരിക്കലും മറക്കില്ല, നമ്മൾ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നതാണ്. 20 വരെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ എഴുതാൻ എളുപ്പം തന്നെയാണ്. അത് കുറച്ച് സിമ്പിൾസാണ് ചില പ്രശ്നങ്ങൾ, ഈ 50ൻ്റെ സിമ്പിൾ, 100ൻ്റെ അങ്ങനെയുള്ളത്. പിന്നെ കുറച്ച് മൈനസ് ചെയ്യുന്നതും പ്ലസ് ചെയ്യുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ എല്ല് വന്ന് കഴിയുമ്പം റൈറ്റ് സൈഡിൽ ഇത് മാത്രമേ പാടുള്ളൂ, ലെഫ്റ്റിൽ ഇത് മാത്രമേ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. 5ന് വേണ്ടിയിട്ട് നമ്മൾ V എന്ന് പറയുന്ന ലെറ്റർ, 10ന് X, 50ന് L, 100ന് C, 500ന് D, 1000ന് M. ഇത് നമ്മൾ മെയിനായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് 2 M ആണുള്ളത്, അപ്പം 2000 ആണ് വരേണ്ടത് അല്ലേ. 2000 വരുമ്പോൾ എത്ര വരും? 2000 വരും. 2000 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 2000 എഴുതേണ്ടി വരും. 2000. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 2x ആണുള്ളത്. 2x എന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ 10, അപ്പോൾ 2x വരുമ്പോൾ 20 വരും. പിന്നെ ഉള്ള നമ്പർ 2 ആണ്. അപ്പോൾ 2000 + 20 + 2. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും ഉത്തരം വരിക? 2022. 2022 നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ റോമൻ ന്യൂമറൽസ് സ്കിപ്പ് ചെയ്ത് പഠിക്കണം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കേട്ടറ്റ് എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ടോസ് അക്കാഡമി, കേട്ടറ്റ്, സെറ്റ്, HSA, HSST, LPSA, UPSA, VHSC, നെറ്റ് എല്ലാത്തിൻ്റെയും കോച്ചിങ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നല്ല അക്കാഡമിക്സ്, നല്ല അധ്യാപകർ, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ്, ഓറിയൻറ്റേഷൻ ക്ലാസ്സസ്, എക്സാംസ്, വീക്ക്ലി എക്സാംസ് എല്ലാം അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അറിയിക്കുന്നതാണ്. കേട്ടറ്റിൻ്റെ വളരെ നല്ലൊരു കോച്ചിങ് ഇനി ഈ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അടുത്ത കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിച്ച് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ടിരുന്ന്, മൈൻഡിനെ ഫ്രീ ആക്കി വെച്ചിരുന്ന് എക്സാം എഴുതുക. ടെൻഷൻ അടിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എക്സാമിൽ ശോഭിക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയാണെങ്കിലും അറിയാവുന്ന ചോദ്യം വരെ നമ്മൾ തെറ്റിച്ച് വയ്ക്കും. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് പോയിരുന്ന് എക്സാം എഴുതുക. മാത്തമാറ്റിക്സൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. നമ്മൾ ടെൻഷൻ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 1 എഴുതേണ്ടതിന് പകരം നമ്മൾ 2 എഴുതി ആൻസർ തെറ്റിച്ച് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്നേരം ടെൻഷൻ കൂടുകയാണ് ചെയ്ത്, ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനെയും അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്